അത് നടക്കൂല എന്ന് കണ്ടപ്പോൾ ഡിഗ്രി ആകുമ്പോൾ ചാടിച്ചു കൊണ്ടുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഹിർമാനുൽ ഇൽം ബിൽ മഅസിയ. ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു അപാരമായ മനപ്പാഠമാക്കാൻ കഴിവുണ്ടായിരുന്ന മഹാൻ, നമ്മുടെ മദ്ഹബിന്റെ ഇമാം. ഒരു കിതാബ് തുറന്നു വെച്ചാൽ ഒരു ഭാഗം അടച്ചു വെക്കുന്നതാണ്, ഒരൊറ്റ നോട്ടത്തിൽ മുഴുവനും മനപ്പാഠമായി പോകും. അപ്പൊ എന്ത് ചെയ്യണ്ട, എല്ലാം കൂടെ മിക്സായി പോവണ്ട എന്ന് വിചാരിച്ച് ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് നോക്കൂ. അങ്ങനത്തെ മഹാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഒരൽപ്പം ദാക്കിറത്തിൽ, മെമ്മറിയിൽ ചെറിയൊരു വിഷമം വന്നപ്പോഴാണ് ഒരു പെണ്ണിന്റെ കാലിന്റെ ഭാഗം കാറ്റടിച്ചപ്പോ കണ്ടുപോയതിൽ മഹാനവറുകളുടെ മെമ്മറിക്ക് ദാഖിറത്തിന് ഖലലുണ്ടായി, മെമ്മറിക്ക് ഇച്ചിരി പ്രശ്നം സംഭവിച്ചു. ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസീം. ഇമാമുന ശാഫിഈ തങ്ങളെ ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മാലികി മദ്ഹബിന്റെ ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഖദ് നവ്വറ വജ്ഹക ബിൽ ഇൽം. ഷാഫിഈ മുഹമ്മദ് ഇബ്നു ഇദ്രീസ്, നിങ്ങളുടെ മുഖത്തെ അല്ലാഹു ഒരു ഇൽമു കൊണ്ട് പ്രകാശം നൽകിയിട്ടുണ്ട്. ഫലാ തുത്ഫി ഹാദൻ നൂറ ബിൽ മഅസിയ. ഈ പ്രകാശം തെറ്റ് ചെയ്തിട്ട് കെടുത്തിക്കളയല്ലേ. അല്ലാഹു നിങ്ങളുടെ മുഖത്ത് ഇൽമിന്റെ നൂറ് തന്നിട്ടുണ്ട്, പ്രകാശം തന്നിട്ടുണ്ട്. ആ പ്രകാശം നിങ്ങൾ തെറ്റുകൊണ്ട് നശിപ്പിച്ചു കളയല്ല എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരുന്നപ്പോ ഇമാമുനാ ശാഫിഈ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വഖീഅ എന്നവരും കൊടുക്കുന്ന ഉപദേശം അത് തന്നെയാണ്. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ. ഇൽം എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശമാണ്. ലൈസൽ ഇൽമു ബികസറത്തി റിവായ. കുറെ റിവായത്ത് പറയലല്ല, കുറെ വഅദ് പറയലും അല്ലല്ലോ ഇൽമ്, കുറെ ഹദീസ് പറയലും അല്ലല്ലോ ഇൽമ്. ഇൽമ് എന്ന് പറയുന്നത് ഖൽബിലേക്ക് ചേരുന്നതും നമ്മുടെ ഈമാനുമായി കൂടിക്കലരുന്നതും ഈമാനിനെ പരിപോഷിപ്പിക്കുന്നതുമാണ് ഇൽമ്. അത് ലൈസൽ ഇൽമു ബികസറത്തി റിവായ. നമ്മുടെ ഉലമാ പറയാൻ, അങ്ങനെ വലിയ വലിയ വഅദ് പറയുന്നവരൊക്കെ സമൂഹത്തിൽ ഒരുപാട് ഈ സമൂഹത്തിന്റെ ആദ്യകാലങ്ങൾ തൊട്ട് ഇങ്ങ് വരെ കടന്നു പോയിട്ടുണ്ടെന്നാണ്. പക്ഷേ ലാ തമുത്തു ഇലൽ ഇൽമിൽ ഹഖീഖി ബിസുല. ശരിയായ ഇൽമുമായി ബന്ധമില്ലാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടെന്നാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഷിദ്ദത്തുൽ ബലാ ما نزل البلاء بقوم إلا بمعصية. ഇമാമുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സമൂഹത്തിൽ അപകടങ്ങൾ വന്നത് മുഴുവനും നമ്മൾ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. മൂന്നാമത്തേത്, അല്ലാഹുവിനോട് നിങ്ങൾ അകലുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലിൽ മഅസിയതി സവാദൻ ഫിൽ വജ്ഹ്. മുഖത്ത് കറുത്ത നിറം വരും തെറ്റുകൾക്ക്, പാപങ്ങൾക്ക് കറുത്ത നിറം വരുന്നുണ്ട് മുഖങ്ങളിൽ. ഹൃദയങ്ങൾക്ക് ഇരുട്ട് വീഴും, ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും, ബസീറത്തുള്ള ആളുകൾക്ക് അത് കാണാൻ കഴിയുമെന്നാണ്. അല്ലാഹുവിനോട് നമ്മൾ അകലുന്നുണ്ട്. ഫഇന്നൽ മഅസിയ, ഒരു മഅസിയത്ത് തജുറു ഇലൽ മഅസിയ, ഒരു തെറ്റ് വേറെ ഒരു തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വദാലിക അദാബുഹ, ഒരു തെറ്റിന്റെ ശിക്ഷയും മറ്റൊരു തെറ്റാണെന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു തെറ്റ് ചെയ്താൽ വേറെ തെറ്റ് ഉടനെ വരുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നന്മയും അങ്ങനെയാണ്, ഒരു ത്വാഅത്തിനുടനെ മറ്റൊരു ത്വാഅത്ത് വരും. അത് നന്മക്ക് അല്ലാഹു നൽകുന്ന ഹസനാത്തുകളാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തെ സംബന്ധിച്ച് സൗബാൻ തങ്ങളോട് പറഞ്ഞ ഹദീസ് വളരെ ഗൗരവമാണ്. യാ സൗബാൻ, സൗബാൻ എന്നവരെ, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിലെ ചില ആളുകളെ ഞാൻ നാളെ തിരിച്ചറിയും. യഅ്തൂന യൗമൽ ഖിയാമഹ, അന്ത്യനാളിൽ അവർ വരുമ്പോൾ, ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബൈളാ, തിഹാമയിലെ വെളുത്ത മലകളോളം ഗംഭീരമായ അമലുകളുമായി വരുന്ന ആളുകളുണ്ട്. ഒരുപാട് അമലുകൾ, ഒരുപാട് അമലുമായിട്ട് വരും. ഫയജ്അലുഹ അല്ലാഹു ഹബാഅൻ മൻസൂറാ, അല്ലാഹു തആല ആ അമലുകളെല്ലാം പൊളിച്ചു കളയും, പൊടിപൊടിയാക്കി കളയും. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, സിഫ്ഹും ലനാ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബി അവർ ആരാണെന്ന്. ലഅലമൻ അഖ്വാമൻ മിൻ ഉമ്മതി,
ഈ ഉമ്മത്തിന്റെ വ്യക്തമായ ചിത്രം നബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എവിടെയാണ് ഈ സമൂഹത്തെ അല്ലാഹു കൈയൊഴിയുന്നത്? അംസാലി ജിബാലി തിഹാമത ബൈളാ, തിഹാമയിലെ വെളുത്ത മലകളോളം വലിയ അമലുകളുമായി, വലിയ വലിയ പർവ്വതങ്ങൾ കണക്ക് അമലുകളുമായി വരുന്നവര്. ചെറിയ അമലെന്നല്ല, കീശിലല്ല കൊണ്ടുവരുന്നത്, വലിയ വലിയ പർവ്വതങ്ങളാണ്, ലോഡ് കണക്കിന് അമലുകൾ. ഖിയാമത്ത് നാളിൽ അല്ലാഹു അത് പൊടിപൊടിയാക്കി കളയുന്നതാണ്. അപ്പോ സ്വഹാബികളിൽ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, ജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ് ലിഅല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. നബിയേ, ഞങ്ങൾ അറിയാതെ കൂട്ടത്തിലെങ്ങാനും പെട്ടുപോയാലോ, ഒന്ന് പറഞ്ഞു തരും നബിയേ, ആരെ പറ്റിയാണ് പറയുന്നത്, ആരാണിവർ? തങ്ങളുടെ മറുപടി, അമാ ഇന്നഹും ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരന്മാരാണ്, വമിൻ ജിൽദതികും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന പോലെ ഖിയാമും തറാവീഹും ഒക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് അവര്. വലാകിന്നഹും ഖൗമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ. എന്താ കുഴപ്പമെന്നറിയോ? ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ചെയ്യുമെന്ന മനസ്സുകൊണ്ട് നടന്നവരാണവര്. അപ്പൊ കാത്തുരക്ഷിക്കട്ടെ. തെറ്റ് ചെയ്യാൻ അവസരമില്ലാത്തോണ്ട് ചെയ്യണില്ല. തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നു. വ്യഭിചാരത്തെക്കുറിച്ച്, മദ്യപാനത്തെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ച്, മറ്റേതെങ്കിലും തെറ്റുകളെ കുറിച്ചൊക്കെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്തേക്കും, പക്ഷേ അവസരമുണ്ടായിട്ടില്ല. അങ്ങനത്തെ ആളുകളാണ് അവര്. അങ്ങനത്തെ ആളുകളുടെ അമലുകൾ ഒരുപാടുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു ഹബഅം മൻസൂറാ, പൊടിപൊടിയാക്കി കളയുന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൽബിന്റെ ഉള്ളിൽ തോന്നൽ വരാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വലിയ ഈമാനും തഖ്വയുള്ള ആളുകളാണ്. ഇപ്പൊ കോഴിക്കോട് നഗരത്തിലാണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഒരു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ അവരൊക്കെ പോക്കാണ്, നമ്മളെക്കാളൊക്കെ എത്രയോ ഉഷാറായിരിക്കും. നല്ല തഖ്വയും പടച്ചവനെ പേടിയും ഒന്ന് ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയാനുള്ള ഖൽബെങ്കിലും അവർക്കുണ്ടാവും. കരയാനുള്ള ഖൽബ്, നനയാനുള്ള ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈമാനിന്റെ പ്രഭ കെട്ടുപോയിട്ടുണ്ടോ എന്ന് പേടിക്കണമെന്ന്. കരയാൻ പറ്റാതിരുന്നാൽ തെറ്റുകൾക്ക് സാധ്യതയേറിയ ലോകത്താ ചെറുപ്പക്കാർ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അവര് ജീവിക്കുന്ന ലോകം തെറ്റുകളുടെ ലോകമാണ്. ഉസ്താദന്മാരും ജീവിക്കുന്നുണ്ട്. നമ്മൾ പള്ളിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ മദ്രസയിലാണ്, അറബി കോളേജിലാണ്, ദീനുമായി ചുറ്റുപറ്റിയ സാഹചര്യങ്ങളിലാണ്. തെറ്റിന്റെ സാഹചര്യം കുറവാണ്, എന്നിട്ട് തെറ്റ് സംഭവിക്കുന്നില്ലേ? അപ്പൊ ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നല്ല നിലക്ക് ജീവിക്കുന്ന മക്കൾക്ക് എന്തായിരിക്കും അവരുടെ ഈമാൻ? ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യൂല, ഇത് ഇങ്ങനെ ഒരു മനസ്സ് കിട്ടണം എന്നാണ്. അപ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത്. ചാൻസ് കിട്ടാത്തത് കൊണ്ട് എനിക്കൊരു ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചാ കഴിഞ്ഞു. ഇതാ ഖലൗ ബിമഹാരിമില്ല, അവസരം കിട്ടിയാൽ ഒരു തെറ്റ് ചെയ്തേക്കും. അങ്ങനത്തെ ആളുകൾ നാളെ പരലോകത്തേക്ക് വരുന്നത് വലിയ അമലുകളുമായി വരുന്നവരുണ്ടെന്നാണ്. ജിബാൽ, പർവ്വതം കണക്കെയുള്ള അമലുകളുമായി വരും. ഇജ്അലുഹല്ലാഹു ഹബഅം മൻസൂറ, നിങ്ങൾ എനിക്ക് വേണ്ട എന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹുവിന് വേണ്ടത്രേ, അല്ലാഹുവിന് വേണ്ട. ഖൽബിന്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ്, അതുകൊണ്ടാണ് അല്ലാഹു മലക്കുകൾക്ക് പോലും കൊടുക്കാതിരുന്നത്. ഇഖ്ലാസ് നോക്കാനുള്ള കഴിവ്. ഇഖ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന്, അള്ളാഹുവിന് വേണ്ടി ചെയ്ത പണിയാണോ എന്ന്, അള്ളാഹുവിനോട് മുഖ്ലിസായി ചെയ്ത ഇബാദത്താണോ എന്ന് മലക്കുകൾക്ക് പോലും അറിയാൻ കഴിയില്ല. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എന്ത് ചെയ്താലും മലക്കുകൾ രേഖപ്പെടുത്തും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. ആ നന്മ ചെയ്തപ്പോ മനസ്സിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇത് പരലോകത്തെ അറിയാൻ പറ്റുള്ളൂ. മലക്കുകൾ എഴുതും, ആ സംഭാവന ചെയ്തിട്ടുണ്ട്. നാളെ അള്ളാഹ് നമ്പർ, ആ സംഭാവനയൊക്കെ ശരിയാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ, കഴിഞ്ഞു എന്ന് പറയും. അതാണ് വിഷയം. യജ്അലുഹല്ലാഹു ഹബഅൻ മൻസൂറാ. ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിൽ ഇങ്ങനെയും ചില ആളുകൾ വരാനുണ്ട്. ഞാൻ അവരെ ഭീതിയോടുകൂടെയാണ് കാണുന്നത്. അവരുടെ അമലുകൾ അല്ലാഹു തആല പൊടിപൊടിയാക്കി കളയാൻ പോകുന്നു. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ, തിന്മകളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തേക്കും.
ഒന്ന് ബാംഗ്ലൂരിലേക്ക് മാറിയാൽ, ഒന്ന് ഡൽഹിയിലേക്ക്, ബോംബെയിലേക്ക്, ദുബൈയിലേക്കോ ബഹ്റൈനിലേക്കോ കുവൈറ്റിലേക്കോ ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്കോ ഒന്ന് മാറി താമസിച്ചാൽ അവന്റെ കോലം മാറിയേക്കും. എന്താ പിന്നെ ഇതിന്റെ കാര്യം? നാട്ടിൽ കൂടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ആളാ, പക്ഷേ നാട് വിട്ടു കഴിഞ്ഞാൽ മോശപ്പെട്ടു. അത്തരം ആളുകൾ ഈ വിഭാഗത്തിൽ പെടുമെന്ന് പേടിക്കണം. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു സമൂഹത്തിന്റെയും ഖൽബിന്റെ ഉള്ളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എങ്കിലേ അള്ളാഹു നിങ്ങളോടുള്ള സമീപനം മാറ്റുന്നുള്ളൂ. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ്, നബിയേ ഇദൻ ലീ ബിസ്സിനാ, നബി തങ്ങളെ വ്യഭിചരിക്കാൻ ഒരു അവസരം തരണം, എനിക്ക് വ്യഭിചാരം ഹലാലാക്കി തരണം. ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. നബിയെ, നിസ്കാരം എനിക്ക് കുഴപ്പമില്ല, നോമ്പ് എനിക്ക് കുഴപ്പമില്ല നബിയെ, സക്കാത്ത് ഞാൻ കൊടുത്തേക്കാം, ഹജ്ജൊക്കെ ചെയ്യാം, പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്, വ്യഭിചാരം, അത് നബിയെ എന്നെനിക്ക് പിടിച്ചാൽ കിട്ടൂല, അതിനെന്തെങ്കിലും ഇളവ് തരുമോ? നിങ്ങളോട് ഒന്ന് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചോദിക്കാൻ ധൈര്യം കാണിച്ചതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ ഖുലുഖുൽ ഹസൻ.